ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, കത്തോലിക്ക തിരുസഭയെ 2013 മുതൽ ഇന്ന് വരെ പ്രാർത്ഥനാപൂർവ്വം നയിക്കുകയും തിരുസഭയ്ക്ക് വേണ്ടി നിരന്തരം നിലകൊള്ളുകയും ചെയ്ത പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വിശുദ്ധ ദിനത്തിൽ നമ്മോട് ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധ പിതാവിന് ആദരാഞ്ജലികൾ. സ്നേഹത്തിൻ്റെ വെള്ളരിപ്രാവായി പ്രപഞ്ചം ചുറ്റി നടന്ന് എല്ലാവർക്കും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സന്ദേശം നൽകിയ വിശുദ്ധനായ ഒരു വന്ധ്യപുരോഹിതനായിരുന്നു അദ്ദേഹം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിത ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിയാൽ, അദ്ദേഹം അർജന്റീനയിലെ ജോർജിയ മാരിയോ ബെർഗോലിയോ എന്ന സ്ഥലത്ത് 1936 ഡിസംബർ മാസം 17-ാം തീയതി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം സത്യത്തിൽ ഏറ്റവും ലാളിത്യമുള്ളതാണ്. ജെസ്യൂട്ട് സന്യാസ സഭയുടെ വൈദികനായിരുന്ന അദ്ദേഹം ഈ സഭയുടെ ഏറ്റവും ഉന്നത പദവിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഓഫ് ദ സൊസൈറ്റി ഓഫ് ജെസ്യൂട്ട്സ് എന്ന പദവിയിൽ 1973 മുതൽ 1979 വരെ സേവനമനുഷ്ഠിച്ചു. പിന്നെ അദ്ദേഹം ഒരു സഹമെത്രാനായി 1992 മുതൽ 1997 വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ 1998 ആർച്ച് ബിഷപ്പായും 2001 മുതൽ 2013 വരെ അദ്ദേഹം കർദിനാൾ എന്ന പദവിയിലും തിരുസഭയിൽ തൻ്റെ അജഗണത്തിന് സേവനമനുഷ്ഠിച്ചു. ഒടുവിൽ 2013 അദ്ദേഹം തിരുസഭയുടെ പരമോന്നത അധ്യക്ഷനായി, ഭൂമിയിലെ തിരുസഭയുടെ ഏറ്റവും മഹത്വമുള്ള വ്യക്തിയായി, പത്രോസിൻ്റെ പിൻഗാമിയായി, മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുൻകാല മാർപ്പാപ്പമാരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ലാളിത്യത്തിൻ്റെ മനുഷ്യനായിരുന്നു അദ്ദേഹം. ക്ഷമയുടെ പാഠമായിരുന്നു. പുഞ്ചിരിയുടെ മനുഷ്യനായിരുന്നു. എല്ലായ്പ്പോഴും ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി തന്നെ നിലകൊണ്ടു. ലോകം തിരസ്കരിച്ചവരെ ചേർത്ത് പിടിക്കുവാൻ അദ്ദേഹം ലോകരാഷ്ട്രങ്ങൾ സഞ്ചരിച്ചു. അദ്ദേഹം ഏറ്റവും ചെറിയവരെ തേടി അനേക രാജ്യങ്ങളെ അദ്ദേഹം സന്ദർശിക്കുകയും അവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹം തൻ്റെ പ്രാർത്ഥനയിലൂടെ, പുഞ്ചിരിയിലൂടെ പ്രദാനം ചെയ്യുകയും ചെയ്തു. വത്തിക്കാനിലെ മാർപ്പാപ്പയ്ക്ക് ലഭിക്കാവുന്ന പ്രധാന സൗകര്യങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം സാധാരണക്കാരനായ ഒരു പുരോഹിതൻ എന്ന നിലയിൽ വത്തിക്കാനിൽ അദ്ദേഹം തൻ്റെ ജീവിതം ചിലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര മുഴുവനും ബലഹീനരെ തേടിയുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തു ചൈതന്യത്തിൻ്റെ പൂർണ്ണതയും നന്മയും ജീവിതവും അദ്ദേഹത്തിൽ നമുക്ക് കാണാമായിരുന്നു. വിശുദ്ധിയുടെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് അദ്ദേഹം താൻ ആരാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം എപ്പോഴും മറുപടി പറയുമായിരുന്നു, ഞാൻ ഒരു പാപിയായ മനുഷ്യനാണ്. ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ് യേശുവിൻ്റെ മുമ്പിൽ നിലവിളിച്ചതുപോലെ തന്നെ ഈ മാർപ്പാപ്പയും അപ്രകാരം പറയുവാൻ യാതൊരുവിധമായ ആശങ്കയും പ്രകടിപ്പിച്ചില്ല. തൻ്റെ ജീവിതത്തിൻ്റെ നന്മകളെക്കുറിച്ച്, ബലങ്ങളെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച് ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ ബലഹീനതകൾ ഏറ്റുപറയുവാൻ കഴിയുകയുള്ളൂ. ഭൂമിയെ അത്ഭുതപ്പെടുത്തിയ ഒരു വ്യക്തി കൂടിയാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എല്ലാം തന്നെ ലോകത്തിന് എപ്പോഴും അത്ഭുതമായിരുന്നു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി അദ്ദേഹം ഏറെ യത്നിച്ചു. പ്രത്യേകിച്ച് യുദ്ധങ്ങൾ വരുമ്പോഴൊക്കെ അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ അതിനെ വിമർശിക്കുകയും യുദ്ധത്തിനെതിരായി നിലകൊള്ളുവാൻ ജനങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെടുകയും യുദ്ധം നടത്തുന്ന രാജ്യങ്ങളോട് വിട്ടുവീഴ്ചയില്ലാതെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. നോക്കൂ, നന്മയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തു സ്നേഹത്തിൻ്റെ ചൈതന്യത്തിൽ നിലനിർത്തുകയും അപ്രകാരം മറ്റുള്ളവർക്ക് മാർഗദർശിയാവുകയും ചെയ്തു. തന്നെ കാണുവാൻ വരുന്ന എല്ലാ വ്യക്തികൾക്കും അദ്ദേഹം പുഞ്ചിരി നിറഞ്ഞ സ്നേഹത്തോടുകൂടി അദ്ദേഹം
സ്വീകരണം നൽകി. ഈ ധന്യനായ മനുഷ്യൻ്റെ ജീവിതയാത്ര നമ്മുടെ ജീവിതത്തിന് വലിയ നന്മയുടെ ബലമാണ്. ഞാൻ നിങ്ങൾക്ക് നല്ല ഇടയന്മാരെ നൽകുമെന്ന ക്രിസ്തു സന്ദേശത്തിൻ്റെ ഏറ്റവും മനോഹരമായ അടയാളം കൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം നന്മ നിറഞ്ഞ, ജീവിത വിശുദ്ധി നിറഞ്ഞ, കൃപ നിറഞ്ഞ ഒരു മാർപ്പാപ്പയായിരുന്നു. താൻ എളിമയിലും ലാളിത്യത്തിലും ജീവിത വിശുദ്ധിയിലും തൻ്റെ ജനത്തെ നയിക്കണമെന്ന് എപ്പോഴും ധാർഷ്ട്യം പിടിച്ച ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും നന്മയുടെയും പ്രാർത്ഥനയുടെയും ഒരു അടയാളമായിരുന്നു. എല്ലാ രാജ്യത്തിനും അദ്ദേഹം പ്രിയപ്പെട്ടവനായിരുന്നു. എല്ലാ മതസ്ഥർക്കും അദ്ദേഹം മഹനീയമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു. ഏത് രാജ്യത്തിലേക്കും അദ്ദേഹം എപ്പോഴും സ്വാഗതം ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ എല്ലാ ലോകരാഷ്ട്രങ്ങളും ഒരുക്കമായിരുന്നു. കാരണം എന്തെന്നോ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് തന്നെ ആ രാജ്യത്തിലെ കുറവുകളെ അതിജീവിക്കുവാനുള്ള ബലമുണ്ടായിരുന്നു. അനേക രാജ്യങ്ങളിൽ യുദ്ധത്തിൻ്റെയും തിന്മയുടെയും കെടുതികളുടെയും ദുരവസ്ഥകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇടപെടൽ അവർക്ക് വലിയ സാന്ത്വനമായിട്ടുണ്ട്. അവിടെ രാജ്യത്തിന് മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യമായിട്ടുണ്ട്. ഈ പുണ്യപുരുഷൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും അനുകരണീയമാകട്ടെ. നമ്മൾ എത്രമാത്രം ഉന്നതരാണോ അത്രമാത്രം എളിമയിൽ, ലാളിത്യത്തിൽ ജീവിക്കണമെന്ന് ഭൂമിയെ പഠിപ്പിച്ച നന്മയുടെ പാഠപുസ്തകം കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. കർത്താവായ യേശു തൻ്റെ ഇടയ ശുശ്രൂഷ അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുമ്പോൾ യേശു ആവശ്യപ്പെടുന്നത് ബലഹീനരുടെ അടുക്കിലേക്ക് പോകുവാനാണ്. സത്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും നന്മയുടെ പാഠവും അതുതന്നെയായിരുന്നു. തൻ്റെ അജപാലന കാലഘട്ടത്തിൽ തൻ്റെ പുരോഹിതരോടും മെത്രാന്മാരോടും കർദിനാൾമാരോടും ദൈവജനത്തോടും അദ്ദേഹം ഒരുപോലെ ആവശ്യപ്പെട്ടത്, നിങ്ങൾ തിരസ്കൃത അടുക്കിലേക്ക് പോകുവിൻ, മാറ്റി നിർത്തപ്പെട്ടവരുടെ അടുക്കിലേക്ക് പോകുവിൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അടുക്കിലേക്ക് പോകുവിൻ എന്നതായിരുന്നു. ഗോ ടു ദ പെരിഫറി എന്ന പദം ഈ മാർപ്പാപ്പ ഭൂമിക്ക് സമ്മാനിച്ച ഒരു നന്മയുടെ പാഠം കൂടിയായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ച് യാത്ര ചെയ്യുവാൻ ലോകരാഷ്ട്രങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത പരിശുദ്ധ പിതാവിൻ്റെ ജീവിതം നമുക്ക് ഏറെ മഹത്വപൂർണമായ ഒരു അനുഭവവും നാം വായിച്ച് പഠിക്കേണ്ട, ജീവിച്ച് പഠിക്കേണ്ട പാഠപുസ്തകം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ചാക്രിയ ലേഖനങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ളവരായിരുന്നു. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഒരു ചാക്രിയ ലേഖനം മുഴുവനും സാഹോദര്യ സ്നേഹത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് പഠിപ്പിച്ചു. നമ്മളെല്ലാവരും സഹോദരങ്ങളാണെന്നും ആ സാഹോദര്യത്തിൽ നിന്ന് ജാതിയുടെയോ വർഗത്തിൻ്റെയോ മതത്തിൻ്റെയോ പേരിൽ മാറി നിൽക്കരുതെന്നും ഭൂമിയെ അദ്ദേഹം ഓർപ്പെടുത്തി. സത്യത്തിൽ അത് പ്രപഞ്ചത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വളരെ വലുതായിരുന്നു. അത് നിശബ്ദമായ മാറ്റമല്ല, മനുഷ്യ ഹൃദയങ്ങളിൽ ആഴമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ ശ്രദ്ധേയമാവുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം അനേകർക്ക് അനുകരണീയമായ മാർഗമാവുകയും ചെയ്തു. അദ്ദേഹത്തെ ദർശിക്കുന്നവർക്കെല്ലാം ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ അനുഭവമായിരുന്നുവെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഓരോ കുഞ്ഞും അദ്ദേഹത്തെ കാണുമ്പോൾ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്പർശനവും സാന്നിധ്യവും അനുഭവിക്കുവാൻ എല്ലാവരും ഇഷ്ടപ്പെട്ടു. കാരണം അത്രമാത്രം മനുഷ്യസ്നേഹിയായിരുന്നു മാർപ്പാപ്പ. പരിശുദ്ധ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായി കഴിയുന്ന നമുക്ക് ഈ പിതാവിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. നിത്യപിതാവിൻ്റെ സന്നിധിയിൽ നിത്യവും ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ പരിശുദ്ധ പിതാവിന് സ്വർഗം അനുഗ്രഹം നൽകട്ടെ. ഭൂമിയിൽ അദ്ദേഹം സ്നേഹിച്ച സകലർക്കും വേണ്ടി എന്നും സ്വർഗത്തിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. ഈ വിശുദ്ധമായ ജീവിതം നമുക്ക് അനുകരണീയമാകട്ടെ. ദൈവം നമ്മെയും ലോകം മുഴുവനെയും അവിടുന്ന് കൃപാപൂർവ്വം അനുഗ്രഹിക്കട്ടെ. ഈ വന്ധ്യപിതാവിൻ്റെ പ്രാർത്ഥന മാധ്യസ്ഥത്തിലൂടെ നമുക്കും ലോകം മുഴുവനും ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ. നിത്യപിതാവിൻ്റെ തിരുമുഖം ദർശിക്കാൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം നമ്മളെല്ലാവരും അർഹരായി തീരട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.